മഹീന്ദ്ര ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പുറത്തിറക്കിയിരിക്കുന്ന XUV ഇലക്ട്രിക് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലഘട്ടമാണ്. നമ്മളിപ്പോൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഒക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി പ്രിഫർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു രൂപം. എന്നാൽ കാലം ഒരുപാട് മാറി. ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്ക് സാധാരണ ഫ്യൂവൽ വാഹനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഡിസൈനിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസും ഒക്കെ തരുന്ന ഒരുപാട് വാഹനങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്. അത്തരത്തിൽ മഹീന്ദ്ര പുറത്തിറക്കിയ 2023 പുറത്തിറക്കിയ ഒരു വാഹനമായിരുന്നു മഹീന്ദ്ര XUV 400. ആ വാഹനത്തിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അത്തരത്തിൽ മഹീന്ദ്ര പുറത്തിറക്കിയ അവരുടെ ഇലക്ട്രിക് സെഗ്മെൻറ്റിലെ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള XUV 400 EL Proയാണ് ഇന്ന് നമ്മൾ വിശദമായി പരിചയപ്പെടാനായി പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. റൂഫിൽ ആർട്ടിക് കോപ്പർ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കി ബോഡി പാനൽസ് എല്ലാം ആർട്ടിക് ബ്ലൂ ആണ്. ആ ഒരു ബ്ലൂവിൽ ആ ഒരു ആർട്ടിക് കോപ്പറൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ആ ഒരു ഇലക്ട്രിക് പാറ്റേൺ, ആ ഒരു പാറ്റേണും വിസിബിളായിട്ട് കാണാൻ പറ്റും. പ്രൊജക്ടർ ടൈപ്പ് LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. അതിന് താഴെയായിട്ട് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലാമ്പിന് താഴെയായിട്ട് ആ ബമ്പറിൽ ആ ഒരു ആർട്ടിക് കോപ്പറിൻ്റെ കളറും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആ ഒരു ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിപ്പ് ലൈനൊക്കെ ഇതിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. റോഡ് വിസിബിലിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ അധികമായിട്ടുണ്ടാവും. സൈഡ് മിറേഴ്സ് ആണെങ്കിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് പോയിരിക്കുന്നു. അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ. ഈ ഒരു ടോപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു ആർട്ടിക് കോപ്പർ കളറാണ് കൊടുത്തിരിക്കുന്നത്. ടയറിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഒക്കെ കൊടുത്ത് ആ ഒരു ഭാഗവും മനോഹരമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനായിട്ട് പറയാനുള്ളത്. 2023 നിന്ന് 2024 വന്ന സമയത്ത് മാറ്റം എന്ന് പറയാവുന്നത് ഈ കാണുന്നതൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഈ കാണുന്ന ഒരു വലിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. ഒരു 10.2 ഇഞ്ച് സൈസിലുള്ള ഒരു വലിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൻ്റെ ഫ്രണ്ടിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങി ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഫുള്ളി ഡിജിറ്റലാണ്. ഈ ഒരു സെയിം സൈസിൽ തന്നെയാണ് അതും വരുന്നത്. വലിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ ഒരു സ്പീഡോമീറ്റർ ആണെങ്കിലും ടാക്കോമീറ്റർ ആണെങ്കിലും എല്ലാം അതിനകത്ത് ഡിജിറ്റലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആ ഒരു പഴയ പതിപ്പിനെ അപേക്ഷിച്ച് മൊത്തം ഒരു ഡ്യുവൽ ടോണിലേക്ക് ഈ ഒരു ഇൻറ്റീരിയർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ബീജ് ബ്ലാക്ക് ഫിനിഷ്, അതിനകത്ത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടൊക്കെ കൊടുത്ത് ആ ഒരു പോർഷൻ മനോഹരമാക്കിയിരിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ ഈ ഒരു ഡ്യുവൽ ടോൺ ആണല്ലോ. ആ ഒരു ഡ്യുവൽ ടോൺ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്കും കൊണ്ടുവരാൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോപ്പർ കളർ, ആ ഒരു ഇൻസേർട്ടുകൾ ഈ ഒരു പല ഭാഗങ്ങളിലായിട്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഒരു AC വെൻറ്റിൻ്റെ പോർഷനിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഗിയർ നോബിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിലൊക്കെ ആ ഒരു കോപ്പർ കളർ ഇൻസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വോളിയം അഡ്ജസ്റ്റിൻ്റെ ഈ ഒരു ബട്ടൻ്റെ മേലെയൊക്കെ ആ ഒരു ഇൻസേർട്ട് കൊടുത്ത് ആ ഒരു പോർഷൻ ഒരു പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയുക, കുറച്ചുകൂടി ഒരു ലക്ഷറിയസ് ഫീൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു കളർ തീം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു 2 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു USB സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഒരു വയർലെസ് ചാർജിങ്ങിനുള്ളൊരു സെറ്റപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോളിലേക്ക് വരുമ്പോൾ ഇതൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ്. ഈ സ്റ്റിയറിംഗ് കൺട്രോളിന് നടുവിലായിട്ട് മഹീന്ദ്രയുടെ ആ ഒരു പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണെന്ന് കാണാം. ഇതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് വരുന്ന ഒരു 15 lakh ആണ്. ഒരു 15 lakh മുതലാണ് തുടങ്ങുന്നത്. പക്ഷേ ആ ഒരു 50 lakhന് മുകളിലേക്കും നമുക്കൊരു ലക്ഷറിയസ് ഫീൽ കിട്ടുന്ന തരത്തിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കാണുന്നതോ ഈ ഒരു സൺറൂഫാണ്. ഇതിങ്ങനെ ഒരു 2 പ്രസ്സിൽ ഇത് മുഴുവനായിട്ട് ഉള്ളിലേക്ക് പോകും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു വാഹനത്തിലൊരു ലക്ഷറി ഫീച്ചർ തന്നെയാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഒരു റോഡ് വിസിബിലിറ്റി ഒക്കെ കണ്ട് ഒന്ന് യാത്ര എൻജോയ് ചെയ്ത് പോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺറൂഫ് അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി. പിന്നെ ഈ ഒരു ഡോർ പാഡിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ആ ഒരു പിയാനോ ബ്ലാക്ക്, അതുപോലെ തന്നെ ബീജ്, അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക്, ഈ ഒരു കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഡോർ പാഡിൽ വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് നമ്മുടെ ഈ ഡോർ അൺലോക്കിംഗ് പാറ്റേൺ പൗഡർ കോട്ടഡ് ക്രോം ഇൻസേർട്ടാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് മേലെയായിട്ടൊരു സ്പീക്കർ ഗ്രില്ല് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ട്യൂട്ടറിൻ്റെ ഗ്രില്ലും ഉണ്ട്.
ബിൽറ്റ് ക്വാളിറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ്. മഹീന്ദ്രയുടെ വാഹനങ്ങൾക്ക് പണ്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ബിൽറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം മുന്നേയും ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലും ആ ഒരു നിർമ്മാണ നിലവാരം പുലർത്താൻ മഹീന്ദ്ര ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഈ ഒരു വാഹനം ഒരു SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിലേക്ക് വരുന്നൊരു വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിതിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമുക്കിനിപ്പോൾ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ ഇത് കണ്ടോ, ഇത്രയും സ്പേസ് ആണ് നമുക്ക്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഞാൻ എൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഫ്രണ്ട് സീറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും ഇത്രയും ഏരിയ നമുക്ക് നമ്മുടെ ഈ ഒരു ലെഗ് റൂം കിട്ടുന്നുണ്ട്. സെൻട്രൽ ടണലിൽ വരുന്ന ഈ ഒരു ഹാൻഡ് റെസ്റ്റ്, ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 വലിയ കപ്പൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു ബോട്ടിൽ ഒക്കെ നമുക്കിവിടെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ബാക്ക് പോർഷനിലും നമുക്കൊരു AC ടണൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് തണുപ്പ് കിട്ടാനായിട്ട് ഒരു AC ടണൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് C2C ചാർജ് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലൊരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു 12 വോൾട്ട് പവർ എടുക്കാനായിട്ട് ഒരു സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒറ്റ ലിഫ്റ്റിങ്ങിൽ ഇത് മുകളിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ 368 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഒരു വാഹനത്തിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 60/40 ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അത് ഒന്നുകൂടെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഈ ഒരു ബൂട്ട് ഏരിയ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഈ ഒരു പോർഷനിൽ നമുക്കൊരു LED ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിനായിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വന്നിട്ടുള്ളത് കോഴിക്കോട് ഫറൂഖിനടുത്തുള്ള ഗോദീശ്വരം ബീച്ചിലാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവ് വേ ആണ്. കാരണം ബീച്ചൊക്കെ കണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ വാഹനത്തിൻ്റെ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 150 bhp പവറാണ് ഈ വാഹനത്തിന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 310 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പരമാവധി വാഹനം നമുക്ക് നൽകുന്നുണ്ട്. ഒരു മാക്സിമം അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പവർ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമുക്കറിയാം പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ പെട്ടെന്നൊരു ആക്സലറേഷൻ കിട്ടുന്ന വാഹനങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പവർ ടോക്ക് ഫിഗേഴ്സാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ വാഹനത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മളിത് അത്യാവശ്യം വലിയൊരു വളവൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വീശി എടുക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. കാരണം ഈ ഒരു വെയിറ്റ് തന്നെയാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം. പ്രധാനമായിട്ടും 2 വേരിയൻസ് ആണ് ഈ വാഹനത്തിനുള്ളത്. അതായത് EC Proയും EL Proയും. അതിൽ EC Pro ആണ് ബേസ് വേരിയൻറ്റ്. ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള EC Proയ്ക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നത് 15 ലക്ഷം രൂപ മുതലാണ്. അതോടൊപ്പം തന്നെ EL Proയിലേക്ക് വരുമ്പോൾ 2 ബാറ്ററി ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഏകദേശം 19 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ആ ഒരു ഓപ്ഷൻസിനൊക്കെ വില വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം നമുക്കിന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിട്ടുള്ളത് കോഴിക്കോട് ഫറൂഖിലുള്ള ഇറ മോട്ടോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ വാഹനം ബുക്ക് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് XUV 400.